ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാനും കൂട്ടുകാരനോട് മീനിൻ്റെ വെള്ളമൊക്കെ മാറി ഭയങ്കര നൈസായിട്ടിരിക്കുകയാണ് കേട്ടോ. കൂട്ടുകാരനെ മുന്നേ കിടക്കുന്നത് ഞാൻ ഇതാക്കി കിടക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പുതിയ വലിയൊരു ടാങ്കിലാണ് ഇട്ടിരിക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു അമ്പോളം കരട്ടിയൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ അതൊക്കെ ഇട്ടാണ് മറച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ കരട്ടി. നമ്മുടെ ഇങ്ങ് കിടക്കുന്ന ഏറ്റവും വലുതാണ്. എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് ഗൈസ്. നമ്മുടെ വരാലെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ കിടക്കുന്ന ഇതിനെ കണ്ടോ ഗൈസ്, അതാണ് നമ്മുടെ വരാൽ. നമ്മുടെ മച്ചി ഇപ്പോൾ പിടിച്ച് കാണിക്കുന്നേ ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ വരാലിനെ എടുത്ത് കാണിക്കാം ഗൈസ്. വരാലിനെ എടുത്തില്ലെങ്കിലും വലിയ കരട്ടിയെങ്കിലും എടുത്ത് കാണിക്കും ഗൈസ് ഞങ്ങൾ. അത് കൈ കിട്ടുന്നില്ല ഗൈസ്, ഭയങ്കര പാടാണ്. അല്ല, ആ ഓറഞ്ച് കളർ ഇരിക്കുന്നത് പുള്ളിക്കാരനായിട്ട് ഓടിക്കുന്നതാണ് ഇങ്ങനെ വരാലി. ഇച്ചിരി ചെറുതാണ് കേട്ടോ. നിങ്ങൾ വിചാരിച്ചതാണ് ഇച്ചിരി വലുതായിരിക്കും. ഗൈസ് കിട്ടിയതായിരുന്നു കേട്ടോ. ഇത് ഇച്ചിരി ഓട്ടക്കാരനാണ്. ഗൈസ് പുള്ളിക്കാരൻ വരാലിനെ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതാണ് വരാലി. ചാടിപ്പോയി, അന്നേരം തന്നെ ആടിപ്പോയി. ഈ നമ്മുടെ പുള്ളിക്കാരൻ വലിയ കരട്ടി എടുത്ത് കാണിക്കുന്നതായിരിക്കും. വലിയ കരട്ടി ഇച്ചിരി ഓട്ടക്കാരനാണ് കേട്ടോ. ഓട്ടക്കാരൻ ശിവനെ പിടിക്കാൻ ഭയങ്കര പാടാ കേട്ടോ. തോണ്ടാ അവിടെത്തി കവർ ഊരി കളഞ്ഞു ഗൈസ്. അവിടെ ചെറിയൊരു ലീക്കുണ്ട്, അതാണ് കവറ്. പൈപ്പാണ്, ഇവിടെ ഒരു പൈപ്പായതുകൊണ്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഗൈസ് ജസ്റ്റ് ഒന്ന് ക്യാമറ നോട്ടെടുക്കുവാണേ. അതുകൊണ്ട് ഗൈസ് പുള്ളിക്കാരൻ കരട്ടി എടുത്താണ്. നമ്മുടെ മച്ചുവിൻ്റെ കരട്ടി ഒന്ന് ചാടി വഴങ്ങത്തില്ല, തെന്നും ഗൈസ്. ഓട്ടക്കാരനാണ്. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഷ്ടിക വെച്ച് പൊക്കി വെച്ചിരുന്നായിരുന്നു ലീക്ക് ഉണ്ടോ എന്ന് നോക്കാൻ ഗൈസ്. മച്ചിതാ കരട്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ മോനെ. കണിരുത്തെ ഗൈസ്, കരട്ടിക്ക് ഒരു കണ്ണില്ല കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു കണ്ണില്ല ഗൈസ്. ഞങ്ങളുടെ മച്ചുവിൻ്റെ കൈയുടെ അത്ര ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കൈപ്പത്തിയുടെ അത്ര ഉണ്ട്. നോക്കാം ഗൈസ്. ഗൈസ് എൻ്റെ കൈപ്പത്തിയുടെ അത്ര ഉണ്ട് ഗൈസ് ഈ വരാല്. വരാലെന്ന് സോറി, കരട്ടിയാണ് ഗൈസ്. വരാലിനെ പിടിച്ചോടെ വരാലി കയ്യിൽ നിന്ന് തെന്നിപ്പോയി. അന്നേരം തൊട്ട് എൻ്റെ മനസ്സിൽ വരാലെന്നാണ് ഗൈസ് കിടക്കുന്നത്. ഇനിയും പിടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ മച്ചുവിൻ്റെ കാലൊന്ന് ഒടിഞ്ഞിരുന്ന കാരണം പിടിക്കാൻ പറ്റിയില്ല. ഇതാണ് നിങ്ങളുടെ കുഞ്ഞിക്കുരിക്ക അത് കളഞ്ഞു. അത് നമ്മൾ കവറിട്ട് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പൈപ്പാണ്. ആവശ്യമുള്ളപ്പോൾ വെള്ളം തുറന്നു വിടുകയും ചെയ്യാം, അടച്ച് കളയുകയും ചെയ്യാം. ആണ്ടേ ഇപ്പോൾ തുറന്നു വിട്ടേക്കാണ്, വെള്ളം പോകുന്ന കാണാമായിരിക്കും. ഇപ്പോൾ തുറന്നു വിട്ടേക്കാണ് കേട്ടോ. ഇപ്പോൾ അടച്ച് വെച്ചേക്കാം. നമുക്ക് മറന്നുപോയി ഇവിടെ തുറന്നിട്ട് ഇവിടെ അടച്ചിട്ട്. അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഫോഴ്സിൽ പോകുന്നതായിരിക്കും. ഇതാണ് ഗൈസ് നമ്മുടെ രണ്ടാമത്തെ വലിയ കരട്ടി. മൂന്നാമത്തെ വലിയ കരട്ടി ഇവിടെ പോയി മീനെ വിളിക്കുകയാണ്. മൂന്നാമത്തെ വലിയ കരട്ടി നിങ്ങൾ കാണാം. മൂന്നാമത്തെ വലിയ കരട്ടി നമ്മുടെ മച്ചു കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. വീട്ടിനുണ്ടെങ്കിൽ കൂടെ ചവിട്ടാൻ പറ്റത്തില്ല, ചവിട്ടി എൻ്റെ കാല് വരെ മുറിഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഞങ്ങൾ കേട്ടോ അടച്ചിടുന്നത്. സ്റ്റീലാണ്. ഇത് പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ ഞങ്ങൾ MC-യിൽ വെച്ചൊന്ന് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നങ്ങോട്ട് ഒട്ടിച്ചാണ്. ഇന്നാണ് മീനിൻ്റെ വെള്ളമൊക്കെ മാറിയെന്ന്. രാവിലെ മീനിൻ്റെ വെള്ളമൊക്കെ മാറി മീനൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് ഞങ്ങൾ. ഇവിടെ ചെറിയൊരു ലീക്കുണ്ട് കേട്ടോ, ചെറിയൊരു ലീക്കുണ്ട്. ഇപ്പോൾ വെള്ളം ആയി കാണുമെന്ന് തോന്നുന്നു. ഇത്രയും നല്ല ഓടിച്ച് കയറാൻ നീയാണെന്ന് വീഡിയോ എടുക്കാതെ മാത്രം കാരണം പുള്ളിക്കാരെ നമ്മളെ വഴക്കുറയാണ്. മോനെ രാജു പിടിച്ച അവസാനം ഒരു വരാലിനെ കിട്ടിട്ടുണ്ട്. അപ്പോഴേ കളഞ്ഞിരിക്കട്ടെ. ഈ ചെറുക്കനെന്താത്തിന് സുഖതാണ് അല്ലേ ഗൈസ്. ഇത് നമ്മൾ നേരത്തെ പിടിക്കാൻ നേരത്തെ മാത്രം വരാലിനെ കിട്ടില്ല, അല്ലാത്തപ്പോൾ വരാൽ നമ്മളെ കൈ വരുന്നതാണ്. കവറൊക്കെ എടുത്ത് മാറ്റിക്കളയാം നമുക്ക് ഗൈസ്. നമ്മളൊരു ഇതാണ് ഒരു ടാങ്കായിരുന്നു, അതിപ്പോൾ പകുതിക്ക് കയറിയതാണ്. മച്ചു കിട്ടി പോയി. ഞങ്ങൾ മച്ചുവിന് വലിയ കരട്ടി കിട്ടും. വെള്ളം ഒത്തിരി കലക്കാൻ പറ്റത്തില്ല. ഇതാണ് ഞങ്ങളുടെ കുരി, രണ്ടാമത്തെ കുരിയാണ്. ഇതിന് ഇച്ചിരി മുറിവൊക്കെ ഉണ്ട്, അത്യാവശ്യം ഇച്ചിരി മുറിവൊക്കെ ഉള്ളത്. ഇങ്ങനെ ചരിഞ്ഞാണ് ഗൈസ് കിടക്കുന്നത് മാത്രം. എന്ന് വേണേലും ചാവും, പറയാൻ പറ്റത്തില്ല.
കുറച്ചാൾ വീഡിയോ ഇടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മച്ചോൻ്റെ കാലൊന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചാൾ ഞങ്ങൾ വീഡിയോ ഇടാൻ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഷോർട്സൊക്കെ കുറേ മടുത്തിട്ടിരിക്കുകയാണ് ഗൈസ്. മീനിൻ്റെ കോട്ടയാണെങ്കിൽ ഇച്ചിരി പൊക്കി കാണിച്ചു തരാൻ വേണം. ഇതാണ് ഫുള്ള് മീനിൻ്റെ കോട്ട. ഇച്ചിരി അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ സൂം ചെയ്ത് അടുത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇതാണ് ഗൈസ്. വലിയ കരട്ടി പോയി. കുഞ്ഞുകുരുട്ടെ നമ്മുടെ ആ വരാലിനെ പിടിച്ച് കാണിച്ചേക്കു ഗൈസ്. നമ്മുടെ മച്ചാൻ ഇപ്പോൾ ഒന്നുകൂടെ വരാലിനെ പിടിച്ച് കാണിക്കുന്നതായിരിക്കും. വരാലിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം. കിടിയില്ല. കിടിയില്ല പോയി. ഇപ്പോൾ ഒരു സാധനം അടിച്ചില്ലേ, അതാണ് നമ്മുടെ ആദ്യത്തെ വലിയ ഗൈസ്. നമ്മുടെ കാണിച്ചു തരാം മുത്തേ. വിടല്ലേ ഗൈസ്. ഇത് ഞങ്ങളുടെ വരാലാണ്. അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഇവൻ്റെ ഈ വലയുടെ അത്രയും വലിയൊരു ഈ വരാലിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് വീടായി കിട്ടിയിട്ടുണ്ട്. അടുത്ത കുഞ്ഞിക്കുരുട്ട് അതേ കൂട്ടി തന്നെ കളഞ്ഞിട്ടുണ്ട്. അത് ഈ ഗപ്പി ഇച്ചിരി ദൂരെ നോക്കാൻ ഇച്ചിരി ഗപ്പിയാന്ന് തോന്നുന്നു ഗൈസ്. എനിക്കൊരു കാര്യം അറിയുമോ, ഞാൻ കുഞ്ഞുനാളിലെ കരട്ടേക്ക് ഗപ്പി എന്നായിരുന്നു പറയുന്നത്. നമ്മുടെ ഈ മച്ചാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാം അത്യാവശ്യം ചെറുതാണ്. പലതിനെ പിടിക്കണമെന്നൊക്കെ ഉണ്ട്. പലതിനെ പിടിക്കണമെങ്കിൽ വലിയൊരു തോടൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ മുഷിയുണ്ട്, വരാലുണ്ട്, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്, വാഹയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം കുറച്ചുകൂടെയൊക്കെ എടുക്കാം ഗൈസ്. നമുക്കിതൊന്ന് അടച്ചു വെച്ചാലോ. അടച്ചിട്ട് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ വീടാനെ നമ്മൾ സംഭവം അടച്ചു വെക്കുകയാണ്. ചെടിയൊക്കെ ഓക്സിജൻ കിട്ടാനായിട്ട് അത്യാവശ്യം സ്പേസ് കിട്ടിയിട്ടാണ്. വലുതാണോ ഗൈസ്? ഇല്ല, കാണാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? കാണാതിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം ഗൈസ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു.